ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മഷ്റൂം മസാലയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. പക്ഷേ അതിന് മുന്നേ മഷ്റൂം എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കാരണം ലാസ്റ്റ് വീഡിയോയിൽ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഷ്റൂം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടണേന്ന്. അപ്പോൾ ഞാനിങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മുടെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി ഒന്ന് എടുത്താൽ മതി. അപ്പം നീറ്റായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ പീലായി വന്നോളും. അതല്ലാന്നുണ്ടെങ്കിൽ പൈപ്പ് ഒന്ന് ഓൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം വിട്ടിട്ട് മഷ്റൂം നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. അതായത് വെള്ളത്തിലേക്ക് കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പീലായി കിട്ടും. അത് ഞാൻ ഇനി ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് കത്തി കൊണ്ട് ചെയ്യുമ്പം കുറച്ച് അധികം സമയം എടുക്കും. അതേസമയം പൈപ്പ് ഓൺ ചെയ്തിട്ട് നമ്മൾ മെല്ലെ ഇങ്ങനെ എടുത്ത് പീൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി. അപ്പോൾ അത് ദിവസം കാണിച്ചു തരാം. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. നമുക്കിവിടെ ഇങ്ങനത്തെ മഷ്റൂമേ കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് ബട്ടൺ മഷ്റൂം എന്ന് പറയും. ഒരു പാക്കറ്റായിട്ടാണ് കിട്ടുന്നത്. ഒരു പാക്കറ്റിന് 50 അങ്ങാണ്ട് തോന്നുന്നു. ഓൺലൈനിൽ ചില സമയത്ത് ഓഫറൊക്കെ ഉണ്ടാവും. പക്ഷേ കടകളിലൊക്കെ ആണെങ്കിൽ 55 റുപ്പീസ് ഒക്കെ ആവും കേട്ടോ. മറ്റേ നോർമൽ മഷ്റൂം ഇല്ല, അതിവിടെ കിട്ടാറില്ല. ഓൺലൈനിൽ കിട്ടും, പക്ഷേ കടകളിൽ ഇങ്ങനത്തെ ബട്ടൺ മഷ്റൂമേ കിട്ടാറുള്ളൂ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല മണ്ണുണ്ടാവും, പൊടി ഉണ്ടാവും ഇതിൽ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിത് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. വലിയതാണെങ്കിൽ 4ആയിട്ടും ചെറുതാണെങ്കിൽ 2ആയിട്ടേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇവർ മിക്സായിട്ട് അതായിരുന്നു എപ്പോഴും, ഒരേ സൈസിലല്ല. അപ്പോൾ അതുകൊണ്ട് വലുതൊക്കെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നടുക്കത്തെ ആ ഒരു പോർഷൻ ഇല്ലേ, ഒരു ബ്രൗൺ കളർ കാണുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് കളയാം. ചിലർ എടുത്ത് കളയാറുണ്ട്, ഞാനങ്ങനെ എടുത്ത് കളയാറൊന്നുമില്ല. മുമ്പൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പം അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. സോ വലിയ ജാറിലേക്ക് 2 ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കാഷ്യൂനട്ട്. ഇതിന് വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കാൻ വെച്ച് എന്നിട്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പട്ട, ഏലക്ക, ബേ ലീഫ്, ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ. ഇത്രയും ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള ഒരു വലിയ പച്ചമുളകാണ്. ഇനി ഇതിലോട്ട് ബേബിക്കോൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേബിക്കോൺ കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ചേർത്തു. പിന്നെ അത് മാത്രമല്ല, നാട്ടിലേക്ക് പോകുന്നതുകൊണ്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ തീർത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ കുറച്ച് ബേബിക്കോൺ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്തു മാത്രം. ബേബിക്കോൺ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം, ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. കാരണം ബേബിക്കോണിനൊന്നും വലിയ വേവൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞ് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ വെള്ളം ചേർക്കുന്നില്ല, കാരണം ഈ മസാല ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എന്നാലേ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറത്തുള്ളൂ. അപ്പോൾ ഈ മസാല അത്യാവശ്യം കട്ടിയായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മസാല നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചേർത്തേക്കുന്ന ഉള്ളി, തക്കാളി ഒന്നും വഴറ്റാതെയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായിട്ട് വെന്ത് വരണം. മഷ്റൂം കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് വെള്ളം ഒന്നും ഒഴിക്കാതെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ 1/2 ക്യാപ്സിക്കമാണ് എടുത്തേക്കുന്നത്. അതായത് വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മഷ്റൂമിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഈ സമയത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി മഷ്റൂമിൽ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമല്ലോ. ആ സമയത്ത് നമുക്ക് വേണ്ടത്രയും വെള്ളം ഒഴിക്കാം. അപ്പം ഞാൻ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് കൺസിസ്റ്റൻസി വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക. നല്ലതുപോലെ തിളച്ചു തുടങ്ങട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അങ്ങനെ ഒരു 3-4 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തിളച്ചു തുടങ്ങും. പിന്നെ മഷ്റൂമിനും ബേബിക്കോണിനൊന്നും അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ അത് മതിയാകും. ലാസ്റ്റിൽ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് കറിക്ക് കുറച്ചും കൂടി തിക്നെസ് വേണം, കുറച്ചും കൂടി കട്ടിയായിട്ടിരിക്കണം തോന്നുവാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. പക്ഷേ ഇരിക്കും തോറും കുറുകും കേട്ടോ ഈ കറി. അപ്പോൾ ഏറ്റവും ലാസ്റ്റിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയില വെതറിയിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പമല്ലേ റെസിപ്പി, ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. മഷ്റൂം കൊണ്ട് മാത്രം ഉണ്ടാക്കിയാലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് രസം റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു കപ്പിൽ 3/4 കപ്പ് അരിയും 1/4 കപ്പ് തോരപ്പരിപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ ചൂടാക്കാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്ത് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. 1 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ഞാൻ കഴുകി വെച്ചേക്കുന്ന അരിയും പരിപ്പും ചേർത്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിയും തോരപ്പരിപ്പും കഴുകിയതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, കാരണം അധികം വേവൊന്നും ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ ഇനി ഇതിലേക്ക് രസം പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ചേർക്കാം. പിന്നെ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിവെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കില്ല, കാരണം എൻ്റെ കയ്യിലുള്ള പുളിക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ്
ചെയ്തെടുത്തു. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 1 കപ്പ് അരിയും പരിപ്പുമാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ 4 കപ്പാണ് എടുത്തേക്കുന്നത് വെള്ളം. അതായത് 2ന് പകരം 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 3-4 വിസിലെങ്കിലും മിനിമം വേണം. ഞാനിപ്പോൾ ഇവിടെ 4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേന് അരിയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ അധികം ഉടഞ്ഞു പോയിട്ടുമില്ല. ഇത് മതിയാകും. ഇനി ഇതുപോലെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കടുക് വറുത്ത് ചേർക്കാം. അതല്ല കുറച്ചും കൂടി വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് വറുത്ത് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി താളിച്ചൊഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട്, നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പില ഇത്രയും ചേർത്ത് കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത്രയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റിലായിട്ട് കുറച്ച് കായപ്പൊടി ചേർക്കുക. അതിന് ഈ റൈസിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ വെതറിന് പറ്റിയ റൈസാണ് രസം റൈസ്. ഹെൽത്തിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഈ വെതറിന് പറ്റിയതാണ് കേട്ടോ. നല്ല തണുപ്പ് കാലാവസ്ഥയ്ക്ക് നല്ല പറ്റിയ റൈസ് ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് പനീർ പെപ്പർ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. പച്ചമുളക് ചേർത്ത് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്തു. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളർ ഒന്ന് മാറി വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഞാൻ ഈ പൊടികളൊന്നും പെപ്പർ ചിക്കനകത്ത് ചേർക്കാറില്ല കേട്ടോ. ഇതിനകത്ത് ചേർത്തു മാത്രം. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യൂബാക്കി വെച്ചേക്കുന്ന പനീർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ക്യൂബ്സ് ആണ് കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെച്ച് വേണമെങ്കിൽ വേവിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ തന്നെ പെട്ടെന്ന് പനീർ വെന്ത് കിട്ടും. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മാത്രം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പനീരൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. പെട്ടെന്ന് തന്നെ മസാലയൊക്കെ നന്നായിട്ട് കൂട്ടായി കിട്ടിക്കോളും. ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.